വാർത്തയിൽ നിന്ന് വിശദമായി. തൃശൂർ അവനൂരിൽ ഗ്രഹനാഥൻ മരിച്ചു. ഭക്ഷ്യവിഷബാധയാണെന്നാണ് സംശയം. അമ്മാനത്ത് വീട്ടിൽ ശശീന്ദ്രനാണ് മരിച്ചത്. ശശീന്ദ്രന്റെ അമ്മ, ഭാര്യ ഗീത, വീട്ടിൽ ജോലിക്കെത്തിയ 2 തെങ്ങുകയറ്റ തൊഴിലാളികൾ എന്നിവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഒരു തൊഴിലാളിയുടെ നില ഗുരുതരമാണ്. വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നു. രാജു, എന്താണ് സംഭവിച്ചത്? എൽദോ, തൃശൂർ അവണൂരിനടുത്ത് എടക്കുളത്ത് ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. അമ്മാനത്ത് വീട്ടിൽ 57 വയസ്സുള്ള ശശീന്ദ്രനാണ് മരിച്ചത്. രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് അവശ നിലയിലായ ശശീന്ദ്രനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ശശീന്ദ്രന്റെ ഭാര്യ ഗീതയെയും അമ്മയെയും വീട്ടിലെത്തിയ 2 തെങ്ങുകയറ്റ തൊഴിലാളികളെയും സമാന ലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശശീന്ദ്രന് പുറമെ മറ്റുള്ളവരും സമാന ലക്ഷണങ്ങൾ കാണിച്ചതോടെയാണ് ഭക്ഷ്യവിഷബാധ തന്നെയാണെന്ന സംശയം ബലപ്പെട്ടത്. രാവിലെ ഇവർ ഭക്ഷണം കഴിച്ചിരുന്നു. ഇഡ്ഡലിയും കുറുമക്കറിയുമാണ് കഴിച്ചത്. ഇതിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടു വരുന്നത്. മരിച്ച ശശീന്ദ്രന്റെ ശരീരത്തിൽ വിഷാംശം എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ. സമാന ലക്ഷണങ്ങളോടെ ശശീന്ദ്രന്റെ ഭാര്യയെയും അമ്മയെയും വീട്ടിലെത്തിയ 2 തെങ്ങുകയറ്റ തൊഴിലാളികളെയും ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് ഭക്ഷ്യവിഷബാധയാകാൻ കാരണമെന്ന സംശയം ബലപ്പെട്ടത്. ഇവരുടെ രക്തപരിശോധന നടത്തിയിട്ടുണ്ട്. ഫലം പുറത്തു വന്നാലേ യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂ. പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു പരിശോധനാ ഫലങ്ങളും വന്ന ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന നിലപാടിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ പരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. പരിശോധനാ ഫലം വരുന്നവരെ കാത്തിരിക്കുകയാണ് പോലീസും യഥാർത്ഥ കാരണം കണ്ടെത്താൻ വേണ്ടി.